സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് കേരളത്തിൽ ഒരുപക്ഷെ നമ്മൾ അധികം കേട്ടിട്ടില്ലാത്ത, എന്നാൽ ഫ്രാൻസിൽ വളരെയേറെ അത്ഭുതങ്ങൾ ചെയ്ത ഒരു അത്ഭുത വിശുദ്ധയെക്കുറിച്ചാണ്. ആ വിശുദ്ധയുടെ പേര് ജർമ്മയിൻ എന്നാണ്. കേരളത്തിൽ നമുക്ക് രണ്ട് പള്ളികളാണ് ആ വിശുദ്ധയുടെ പേരിൽ ഇവിടെ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. ജർമ്മയിൻ ജനിച്ചത് ഫ്രാൻസിലെ ഒരു ചെറിയ ഗ്രാമത്തിലാണ്. ആ ഗ്രാമത്തിൽ 1800-കളിൽ പോലും 2000 ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ 1500-കളിൽ, അതായത് ജർമ്മയിൻ ജനിച്ച ആ കാലഘട്ടത്തിൽ വളരെ ചെറിയ ഒരു ഗ്രാമമാണ് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അവിടെ ഒരു കുലീന കുടുംബത്തിൽപ്പെട്ട കുസിൻ കുടുംബം ഒരു വലിയ കുടുംബമാണ്. ആ കുടുംബത്തിൽ ലോറൻസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മകളായിട്ടാണ് അവൾ പിറന്നു വീണത്. ലോറൻസ് കുസിൻ, അയാൾ വളരെയേറെ പ്രതാപം നിറഞ്ഞ സമൂഹത്തിൽ പ്രതാപമുള്ള ഒരു വ്യക്തിയായിരുന്നു. അയാൾക്ക് ആ വനത്തിലെ മരങ്ങൾ മുറിച്ച് കടത്താനുള്ള അധികാരമുണ്ടായിരുന്നു എന്ന് ചരിത്ര പുസ്തകങ്ങളിൽ നിന്ന് നാം മനസ്സിലാക്കുന്നു. മാത്രമല്ല, അദ്ദേഹം ആ നഗരത്തിൻ്റെ ഭരണാധികാരിയായും അവിടുത്തെ മജിസ്ട്രേറ്റായിട്ടെല്ലാം അയാൾ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം അയാൾ ഒരു വലിയ ഉന്നത കുലജാതനായ വ്യക്തിയാണ് എന്ന് വെളിവാക്കപ്പെടുന്നു. അവളുടെ അമ്മയെക്കുറിച്ച് അധികം പരാമർശം നമുക്ക് കിട്ടിയിട്ടില്ല. എന്തായാലും അവൾ ജനിച്ച് അധികം താമസിക്കാതെ അമ്മ മരിച്ചുപോയി. ഈ അമ്മയായിരിക്കണം അവളെ സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ബാലപാഠങ്ങൾ പഠിപ്പിച്ചത്. എന്തായാലും ഈ വിശ്വാസത്തിൻ്റെ ബാലപാഠങ്ങൾ പഠിപ്പിച്ച അമ്മയോടൊത്ത് ദീർഘകാലം ജീവിക്കാൻ കഴിയാതെ പോയ ഒരു ഹതഭാഗിയാണ് ഇന്ന് നാം വിചിന്തനം നടത്തുന്ന ഈ പുണ്യവതി. പിന്നീട് അവൾ വളർന്നത് ലോറൻസിൻ്റെ സഹോദരിയുടെ സംരക്ഷണയിലാണ്. സഹോദരിയെക്കുറിച്ച് പറയുന്നതും, സഹോദരി വളരെയേറെ പ്രാർത്ഥനാ തീഷ്ണതയുള്ള, വളരെയേറെ ഭക്തികാര്യങ്ങളിൽ വളരെയേറെ ശ്രദ്ധ പുലർത്തുന്ന ഒരു കുട്ടിയായിരുന്നു എന്നാണ്. അങ്ങനെ ബാല്യകാലത്ത് സംരക്ഷിക്കപ്പെട്ട അവൾ പിന്നീട് ഈ സഹോദരിയുടെ നിർബന്ധം മൂലം ലോറൻസ് മറ്റൊരു വിവാഹം കഴിക്കേണ്ടി വന്നു. അങ്ങനെ അയാൾ മറ്റൊരു വിവാഹം കഴിച്ചതോടുകൂടി ഇവിടെ ജർമ്മയൻ്റെ ജീവിതത്തിന് മാറ്റം സംഭവിക്കുകയാണ്. അപ്പോഴേക്കും ജർമ്മയൻ കഠിനമായിട്ടുള്ള കണ്ഠമാല എന്ന് പറയുന്ന ഒരു രോഗം, ആ രോഗത്തെക്കുറിച്ച് ഒരുപക്ഷെ നമുക്ക് ഈ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ അതിന് മറ്റൊരു പേരുണ്ടായിരിക്കാം, നമുക്ക് വലിയ പരിചയമില്ലായിരിക്കാം. ആ രോഗം എന്ന് പറയുന്നത് കഴുത്തിൽ നിറയെ വ്രണങ്ങൾ, കഴുത്തിനോട് ചേർന്നുള്ള ഗ്രന്ഥികൾ പൊട്ടുകയും അത് ഉണങ്ങാതെ വ്രണങ്ങളായി മാറുകയും അത് വളരെ അസ്വസ്ഥതയും അറപ്പുമുളവാക്കുന്ന രീതിയിൽ വളർന്നു വരികയും ചെയ്യുന്ന ഒരു രോഗമാണ്. ആ രോഗത്തിന് അവൾ അടിമയാകുകയും ചെയ്തു. അതുകൊണ്ടായിരിക്കണം അവൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസം പോലും കിട്ടിയില്ല. ഈ രണ്ടാനമ്മയുടെ വരവോടുകൂടി അവളെ പിന്നീട് വീടിൻ്റെ അകത്തേക്ക് കയറ്റാതെയായി. വളരെയേറെ അമ്മയിൽ നിന്ന്, ഈ രണ്ടാനമ്മയിൽ നിന്ന് വളരെയേറെ ദുസ്സഹമായ പീഡകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ആ കുട്ടിക്ക്. അവളെ വലിയ വടി കൊണ്ട് തല്ലുമായിരുന്നു എന്ന് നമ്മൾ കാണുന്നു. അങ്ങനെ അടിയേറ്റ് അവൾ വീഴുക പോലും ചെയ്യുമായിരുന്നു. അപ്പോൾ അടിയേറ്റ് വീണ ക്രിസ്തുനാഥനെക്കുറിച്ചുള്ള ഓർമ്മകളും ആ ക്രിസ്തുനാഥൻ്റെ മണവാട്ടിയാകാനുള്ള യോഗ്യതയായിട്ടും അവൾ അതിനെ കണക്കാക്കി എന്ന് നമ്മൾ കാണുന്നു. അവളെൻ്റെ വീടിൻ്റെ അകത്ത് പോലും കയറ്റാതെ വീടിനോട് ചേർന്നുള്ള ഫാം ഹൗസിൽ കോഴികളെയും ആടുകളെയും ഒക്കെ വളർത്തുന്ന വീട്, അതിൻ്റെ താഴത്തെ തട്ടിൽ കോണിപ്പടിയുടെ താഴെയായിട്ടൊരു ചെറിയ മുറി തിരിച്ചാണ് അവളെ അവിടെ പാർപ്പിച്ചത്. കാരണം ഈ രോഗം മറ്റുള്ളവർക്ക്, അതായത് ലോറൻസിൻ്റെ രണ്ടാമത്തെ ഭാര്യയിൽ നിന്ന് ജനിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കും അവർക്കുമെല്ലാം പകരുമോ എന്നുള്ള ഒരു ചിന്തയായിരിക്കണം
അവളെ അതിൻ്റെ അകത്ത് താമസിപ്പിച്ചത്. അവൾക്ക് അല്പം ഭക്ഷണം മാത്രമാണ് നൽകിയിരുന്നത്. ഇവൾ എങ്ങനെയെങ്കിലും മരിച്ചു പോയിക്കൊള്ളട്ടെ എന്ന ചിന്ത ആ അമ്മയ്ക്ക് ഉണ്ടായിരുന്നു കാണും. അവളെ നിരന്തരമായിട്ട് ഒത്തിരിയേറെ ആടുകളുള്ള ഒരു വീടായിരുന്നു. ആടുകളെ മേയ്ക്കാനായിട്ട് അവളെ വിടുമായിരുന്നു എന്ന് നമ്മൾ കാണുന്നു. ആടുകളെ മേയ്ക്കുവാനായി കാടുകളിലേക്ക് പോകുമ്പോൾ ഒരു 2-3 റൊട്ടിക്കഷ്ണങ്ങൾ അവൾക്ക് പൊതിഞ്ഞു കൊടുക്കും. അതായിരുന്നു അവളുടെ ഭക്ഷണം. വയറ് നിറയെ ഭക്ഷണം കഴിക്കാൻ അവൾ ആഗ്രഹിച്ചിട്ടുണ്ട്. ചരിത്ര പുസ്തകങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നതനുസരിച്ചാണെങ്കിൽ തൻ്റെ വീട്ടിൽ പട്ടിക്ക് കൊടുക്കുന്ന ഭക്ഷണം പട്ടി ബാക്കി വയ്ക്കുന്നതിൽ നിന്ന് പോലും അവൾ അതെടുത്ത് ഭക്ഷിച്ച് അവൾക്ക് വിശപ്പ് അടക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ കൊടിയൊരു ദാരിദ്ര്യത്തിലൂടെ, ഉള്ള വീടാണെങ്കിൽ പോലും കൊടിയമായിട്ടുള്ള പീഡനങ്ങളുടെ ഫലമായിട്ട് ദാരിദ്ര്യത്തിലൂടെ കടന്നു പോകേണ്ടി വന്നൊരു കുട്ടി. എന്നാലും ആരോടും പരിഭവങ്ങളില്ല. അവളെ ഒത്തിരിയേറെ വീട്ടുകാർ അവളെ മാറ്റി നിർത്തുമായിരുന്നുവെങ്കിലും ബാക്കിയുള്ള കുട്ടികൾക്കെല്ലാം അവളെ വലിയ ഇഷ്ടമായിരുന്നു. അവരെല്ലാം ആടുകളെ മേയ്ക്കാൻ പോകുന്ന ആ കുട്ടികളെല്ലാം അവളുടെ അടുത്ത് വരും. അവൾ കേട്ടിട്ടുള്ള വിശുദ്ധന്മാരുടെ കഥകൾ പറഞ്ഞു കൊടുക്കും. അവൾ വിശുദ്ധ കുർബാനയിൽ നിരന്തരം സംബന്ധിക്കുന്നവളാണ്. അവിടെ വൈദികർ പറയുന്ന പ്രസംഗങ്ങൾ ശ്രദ്ധാപൂർവം കേട്ടിരിക്കുന്നവളാണ്. അവർ പറയുന്ന പ്രസംഗങ്ങളും അവർ പറയുന്ന ആശയങ്ങളുമെല്ലാം അവർ ഈ കൊച്ചുകുട്ടികൾക്കായി വളരെ വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കും. അവളുടെ ദൈവസ്നേഹത്തെക്കുറിച്ചുള്ള കഥകൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് വളരെ അവർണ്ണീയമായിട്ടുള്ള ഒരു വലിയ അനുഭൂതി പകരുമായിരുന്നു എന്ന് പലരും സാക്ഷ്യപ്പെടുന്നു. അത്രയേറെ ദൈവസ്നേഹത്തെക്കുറിച്ച്, വിശുദ്ധരുടെ കഥകളെക്കുറിച്ചെല്ലാം അവർക്ക് പറഞ്ഞു കൊടുത്ത് അവരെ നിരന്തരം പ്രാർത്ഥനയിൽ വളർത്താനായിട്ട് ശ്രദ്ധിച്ചിരുന്നു. അങ്ങനെ ഒരു ദിവസം ഈ താഴ്വരയുടെ താഴെ കുറച്ച് ദൂരെ മാറി മറ്റു ഉൾക്കാടുകളിലേക്ക് പോയാൽ അവിടെ ധാരാളം പുല്ലുണ്ട്. പക്ഷേ വന്യമൃഗങ്ങളുടെ ആവാസ കേന്ദ്രമാണ്. ഒരു ദിവസം ഇവൾക്ക് രാവിലെ റൊട്ടി പൊതിഞ്ഞു കൊടുക്കുമ്പോൾ അവളുടെ രണ്ടാനമ്മ പറഞ്ഞു, ഇന്ന് ആ സ്ഥലത്ത് ഉൾക്കാടുകളിലേക്ക് പോയി ആടുകളെ മേയ്ക്കണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി. അത് കേട്ട് അവൾ ഞെട്ടിപ്പോയി. കാരണം തലേ ദിവസം പോലും തൻ്റെ അയൽവക്കക്കാർ ആടുകളെ കൊണ്ടുപോകുമ്പോൾ അതിൽ 2 ആടുകളെ ഈ ചെന്നായ്ക്കൾ പിടിച്ചു കൊണ്ടുപോവുകയും മാത്രമല്ല ഈ കുട്ടികളെ ആക്രമിക്കാൻ മുതിരുകയും ചെയ്തു എന്ന് അവൾ കഴിഞ്ഞ ദിവസം പോലും കേട്ടിട്ടുള്ളതാണ്. എന്നിരുന്നാലും തൻ്റെ അമ്മയുടെ നിബന്ധനയാണല്ലോ എന്ന് കരുതി അവൾ അവിടെ ചെല്ലുന്നു. അവിടെ ചെന്ന് അവൾ പേടിമുറ്റിയ ആ അന്തരീക്ഷത്തെ നമുക്ക് വളരെ മനോഹരമായിട്ട് ചരിത്രകാരന്മാർ വിവരിച്ചു തരുന്നുണ്ട്. നിശബ്ദതയെ ഭഞ്ജിക്കുന്ന ഈ ക്രൂരമൃഗങ്ങളുടെ മൂളലുകൾ അവളെ ഭയപ്പെടുത്തുന്നുണ്ട്. അവൾ എല്ലാ ദിവസവും വീടിനടുത്തുള്ള താഴ്വരയിൽ അവൾ ആടിനെ മേയ്ക്കുമ്പോൾ പള്ളിയിൽ നിന്ന് ശബ്ദം കേൾക്കുമ്പോൾ, മണിയടിയുടെ ശബ്ദം കേൾക്കുമ്പോൾ അവൾ ആടിനെ അവിടെ നിർത്തി വിശുദ്ധ കുർബാനയ്ക്ക് പോകുമായിരുന്നു. ഇവിടെയും അവൾക്ക് കുർബാനയ്ക്ക് മണിയടി അവൾ കേൾക്കുന്നുണ്ട്. വിശുദ്ധ കുർബാനയ്ക്ക് പോയാൽ ചുറ്റുപാടുമുള്ള ക്രൂരമൃഗങ്ങൾ ആടിനെ ഉപദ്രവിക്കും. അതിനാൽ അവളുടെ കയ്യിൽ ഒരു വടിയുണ്ടായിരുന്നു. ഈ വടി അവൾ അവിടെ നാട്ടി നിർത്തിയിട്ട്, ഇടയ വടി അവിടെ നാട്ടി നിർത്തിയിട്ട് അവൾ ആടുകളോട് കൽപ്പിക്കുന്നു, ഈ വടിയുടെ ചാരെ നിന്ന് പോകരുത് എന്ന നിർദ്ദേശം ആടുകൾക്ക് കൊടുത്തിട്ട് അവൾ വിശുദ്ധ കുർബാനയ്ക്ക് പോയി. ആടുകൾ ആ വടിയുടെ ചുറ്റുപാട് നിന്ന് പുല്ല് തിന്നുകയും ക്രൂരമൃഗങ്ങൾ അവയെ തൊടുക പോലും ചെയ്തില്ല എന്ന് നമ്മൾ കാണുകയാണ്. പിന്നീട് അവൾ തിരിച്ചു വന്ന് കുറെ നേരം അവൾ പ്രാർത്ഥനയിലൊക്കെ മുഴുകിയിരിക്കുമ്പോൾ ഒരു ആട്ടിൻകുട്ടി ഈ വടിയുടെ ദൂരേക്ക് പോകുന്നത് അവൾ കണ്ടു. അപ്പോഴേക്കും അതിനെ പിടിക്കാനായിട്ടൊരു ക്രൂരനായ ചെന്നായ, വലിയൊരു ചെന്നായ ചാടി വരുന്നതും അവൾ കണ്ടു. ഉടൻ തന്നെ അവൾ ആ ചെന്നായ മനുഷ്യനെ ആക്രമിക്കുന്ന ജീവിയാണ് എന്ന് പ്രേക്ഷകർക്ക് അറിയാമല്ലോ. ഉടൻ തന്നെ അവൾ ഭയം കൂടാതെ ഈ കുട്ടി ഈ ചെന്നായുടെ മുന്നിലേക്ക് ഓടിച്ചെന്നു. ഈ ചെന്നായാകട്ടെ അവളെ കണ്ട നിമിഷം പേടിച്ച് കാടുകളിലേക്ക് മറഞ്ഞുപോയി എന്നാണ് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്. ഈ സ്ഥലത്ത് തന്നെ ഒത്തിരിയേറെ അത്ഭുതങ്ങൾ നടന്നതായി സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അതിനാൽ 1-2 അത്ഭുതങ്ങൾ അത് പല സമയങ്ങളിലാണെങ്കിൽ പോലും നമുക്ക് പെട്ടെന്ന് ഈ വിഷയത്തെ മനസ്സിലാക്കുവാൻ നമുക്ക് ആ ഭാഗങ്ങൾ കഴിഞ്ഞ് അടുത്ത ഭാഗത്തേക്ക് പോകുന്നതായിരിക്കും പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. മറ്റൊരു ദിവസം അവൾ തൻ്റെ റൊട്ടി, ഏതാനും റൊട്ടികളേ ഉള്ളൂ, 2-3 റൊട്ടി, അത് കഴിക്കാനായിട്ട് പുറത്തെടുക്കുമ്പോൾ ഒരു മനുഷ്യൻ, ദയനീയനായിട്ടുള്ളൊരു മനുഷ്യൻ അവിടെ എത്തി.
അവളെ കണ്ടപ്പോൾ അയാൾ യാചനാരൂപത്തിൽ എന്തെങ്കിലും ആവശ്യപ്പെട്ടു. അപ്പോൾ വളരെയേറെ ദയ തോന്നിയ അവൾ ആ റൊട്ടി അയാൾക്കായി നൽകി. ആദ്യം അയാൾക്കൊരു മടിയുണ്ടായിരുന്നെങ്കിലും ദയനീയമായിട്ടുള്ള ഈ പെൺകുട്ടിയെ കണ്ടപ്പോൾ അല്പം ദയ തോന്നിയെങ്കിലും ഭയമല്ല, മറിച്ച് കാരുണ്യം തോന്നി അതെടുക്കാതിരുന്നെങ്കിലും പിന്നീട് അയാളുടെ കഠിനമായിട്ടുള്ള വിശപ്പ് അയാളെ ഭക്ഷണം കഴിക്കാൻ നിർബന്ധിച്ചു. അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ട് അയാൾ നോക്കുമ്പോൾ കാട്ടിൽ നിന്ന് തുറിച്ചു നോക്കുന്ന ചെന്നായ്ക്കൂട്ടങ്ങളെ കണ്ട് അയാൾ ഭയപ്പെട്ടു. ഭയന്ന് വിറയ്ക്കവേ അവൾ അയാളോട് പറഞ്ഞു, പേടിക്കേണ്ട, ആ മൃഗങ്ങൾ ഈ വടിക്കകത്തേക്ക് അടുത്തേക്ക് വരികയില്ല എന്ന് പറഞ്ഞ് അയാളെ ആശ്വസിപ്പിക്കുന്നു. അതുപോലെ തന്നെ ആ മൃഗങ്ങൾ അയാളുടെ അടുത്തേക്ക് ആട്ടിൻകുട്ടത്തിൻ്റെ ആ പറ്റത്തിൻ്റെ അടുത്തേക്ക് കടന്നു വന്നില്ല എന്നുള്ളത് വലിയൊരു അത്ഭുതമായി പിന്നീട് അയാൾ പലരോടും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. മറ്റൊരു ദിവസം ഈ സ്ഥലത്ത് തന്നെ അവൾ മറ്റു കുട്ടികളോടുകൂടി ആടുകളെ മേയ്ക്കുകയായിരുന്നു. സാധാരണ ആ സ്ഥലത്തേക്ക് ആരും വരാത്തതാണ്. ഇതൊരു അവധിക്കാലമായതിനാൽ മറ്റു സ്ഥലങ്ങളിൽ പുല്ല് കുറഞ്ഞതിനാൽ കൂട്ടമായിട്ട് അന്ന് അവിടെ എത്തി. അവൾ പള്ളിയുടെ മണിയടി കേട്ട് കഴിഞ്ഞപ്പോൾ അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് വടി കുത്തി വെച്ചിട്ട് ഒരു തോട് കടന്നു വേണം അവൾക്ക് പോകാനായിട്ട്. എന്നിട്ട് ചരിത്രം സാക്ഷ്യപ്പെടുത്തുകയാണ്, അവൾ ആ തോട്ടിലെ നിറഞ്ഞ വെള്ളമുള്ള കൊത്തുകൾക്കുള്ള ആ തോട്ടിലൂടെ അവൾ നടന്നു പോയി എന്നാണ് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്. അവൾക്ക് വേണ്ടി വെള്ളം വഴിമാറി നിന്നുവത്രേ. ആ കുട്ടികൾ അത് പിന്നീട് വന്ന് നാട്ടിൽ മുഴുവൻ പരസ്യപ്പെടുത്തുന്നുണ്ട്. പക്ഷെ ആളുകൾ അത് വളരെ അത്ഭുതത്തോടു കൂടി ചിലർ കേൾക്കുന്നുണ്ടെങ്കിലും അവളുടെ രണ്ടാനമ്മ അവളെ ഇതെല്ലാം കേട്ട് വളരെയേറെ കോപിക്കുകയാണ് ചെയ്തത്. കാരണം ഇത്രയേറെ ആടുകളെ അവിടെ വിട്ടിട്ട് പള്ളിയിൽ വിശുദ്ധ കുർബാനയ്ക്ക് പോയി എന്നുള്ള കാരണത്താൽ അവളെ വീണ്ടും വളരെയേറെ ദ്രോഹിച്ചു എന്ന് നമ്മൾ കാണുന്നു. പിന്നീട് നമ്മൾ അവളെ കാണുന്നത്, അവളുടെ മറ്റു ജീവിതത്തിലെ മറ്റൊരു അത്ഭുതമായി നമ്മൾ കാണുന്നത്, ആ ഗ്രാമത്തിൽ ഏതാനും സ്ഥലങ്ങളിലേക്കുള്ള വഴി കടന്നു പോകുന്ന ആ ഗ്രാമത്തിലൂടെയാണ്. അങ്ങനെ 2 പേർ ആ ഗ്രാമത്തിലൂടെ കടന്നു പോകുമ്പോൾ രാത്രിയിൽ അവിടെ താമസിക്കുവാനായി ഇടയായി. അങ്ങനെ താമസിക്കുമ്പോൾ അവർ ഒരു സ്വർഗീയ സംഗീതം കേട്ടു. വളരെ ഭക്തി നിർഭരമായ ഒരു സംഗീതം കേട്ട് അവർ എഴുന്നേറ്റ് ആ സംഗീതം ഏതാണ്ട് സ്വർഗത്തിൽ നിന്ന് ഉയരുന്ന മാലാഖമാരുടെ സ്തുതികീർത്തനങ്ങൾ പോലെ മനോഹരമായിരുന്നു ആ സംഗീതം എന്ന് അവർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അവർ ആ സംഗീതം കേട്ട് ആ ശബ്ദം കേട്ടിടത്തേക്ക് അവർ എത്തി. അത് എത്തിച്ചേർന്നത് ഈ ലോറൻസ് കുസിൻ്റെ ഫാം ഹൗസിലായിരുന്നു. അവർ അവിടെ നോക്കുമ്പോൾ ശാലീന സുന്ദരിയായ ഒരു പെൺകുട്ടി, അവളുടെ ചുറ്റും മാലാഖമാരെ അവർ കണ്ടു. അവളുടെ കഴുത്തിൽ രോഗങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം അതെല്ലാം മായ്ക്കപ്പെട്ട ഒരു സ്വർഗീയ വിശുദ്ധിയിൽ നിലനിൽക്കുന്ന അനർവചീയമായിട്ടുള്ള ഒരു മേഖലയിൽ പ്രാർത്ഥിക്കുന്ന ഒരു കുട്ടിയാണ് കണ്ടത്. അവൾ രാത്രി മുഴുവൻ പ്രാർത്ഥിക്കുന്നവളായിരുന്നു. അവൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കുരിശുകൊണ്ട്, കോലുകൊണ്ട് രണ്ട് കോലെടുത്തൊരു കുരിശുണ്ടാക്കി അതിൻ്റെ മുന്നിലാണ് അവൾ പ്രാർത്ഥിക്കുന്നത്. ഇത് കണ്ടിട്ട് വളരെയേറെ വിസ്മയം തോന്നി. എന്തോ അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നത് പോലെ തോന്നി. അവർ അവിടെ നിന്ന് പോയി. പിറ്റേ ദിവസം ഇത് നാട്ടിൽ മുഴുവൻ പറഞ്ഞു. അപ്പോഴും ഈ രണ്ടാനമ്മയ്ക്ക് അവളോട് അത്യധികമായിട്ടുള്ള ദേഷ്യമാണ് വന്നത്. കാരണം ഈ രാത്രിയിൽ മുഴുവൻ ഇവൾ ഇങ്ങനെ ഇരുന്നാൽ അവളുടെ ആരോഗ്യം നശിക്കും, തൻ്റെ ആടുകളെ പിന്നീട് നോക്കാൻ ആളുണ്ടാകുകയില്ല എന്നൊക്കെയുള്ള ചിന്തയാണ് അവളെ വളരെയേറെ ദേഷ്യപ്പെടാനായിട്ട് കാരണമായത് എന്ന് നമ്മൾ കാണുന്നു. അപ്പോൾ ആളുകളെല്ലാം ഇവളെ ഒരു വലിയ ഭക്തിപരവശിയായിട്ടുള്ളൊരു കുട്ടിയായി, ആ നാട്ടിലെ ഒരു നല്ലൊരു കുട്ടിയായിട്ട് കാണുവാൻ തുടങ്ങി. ഇതെല്ലാം രണ്ടാനമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഒരു ദിവസം ആളുകൾ നോക്കുമ്പോൾ ഈ രണ്ടാനമ്മ അവളുടെ പിന്നാലെ ഒരു വടിയുമെടുത്ത് ഓടിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അവൾ ആക്രോശിക്കുന്നുണ്ട്, കള്ളി നിൽക്കവിടെ, നിന്നെ ഇന്ന് ഞാൻ കൈയോടെ പിടിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ഇതെല്ലാം കണ്ട് എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്ന, കുട്ടികൾക്ക് നല്ല കഥകൾ പറഞ്ഞു കൊടുക്കുന്ന ഈ കുട്ടിയെ കള്ളി എന്ന് വിളിക്കുന്നതൊക്കെ കണ്ടിട്ട് ആളുകൾ ചുറ്റും കൂടി. അപ്പോൾ ഈ സ്ത്രീ വളരെയേറെ ദേഷ്യത്തോടു കൂടി അവളുടെ അടുത്തെഴുത്തി അവളെ പിടിച്ചു നിർത്തി ചുറ്റും കൂടി ആളുകളോട് ആക്രോശിച്ചു കൊണ്ട് പറയുന്നുണ്ട്, ഇന്ന് ഇവളുടെ കള്ളി ഞാൻ പുറത്താക്കും. കാരണം ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന റൊട്ടികളിൽ 3-4 എടുത്ത് അവിടെ നിന്ന് അവൾ മോഷ്ടിച്ചെടുത്തുകൊണ്ടാണ് ഈ പോകുന്നത്. അത് അവളുടെ ഏപ്രിനിൽ അവൾ പൊതിഞ്ഞു വെച്ചിട്ടുണ്ട്. അവൾ തൻ്റെ ഏപ്രിൻ ഇങ്ങനെ വളരെയേറെ ശ്രദ്ധയോടെ പൊതിഞ്ഞു പിടിച്ചിട്ടുമുണ്ട്. അപ്പോൾ
ആളുകളെല്ലാം കൂടി നിൽക്കുകയാണ്. അവളോട് ആ കൈയെടുക്കാൻ അവൾ ആജ്ഞാപിച്ചു, ഈ രണ്ടാനമ്മ ആജ്ഞാപിച്ചു. അങ്ങനെ കൈകളെടുത്തപ്പോൾ നമ്മൾ കാണുന്നത്, ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നത്, അവളുടെ ഏപ്രിലിൽ നിന്ന് നല്ല മണമുള്ള നല്ല പനിനീർ പൂക്കൾ ചാടി വന്നു എന്നാണ് നമ്മൾ കാണുന്നത്. നല്ല തെളിഞ്ഞ പനിനീർ പൂക്കളാണ് അവിടെ കാണാൻ കണ്ടത്. ഇത് കണ്ട് ഈ രണ്ടാനമ്മ അത്ഭുതപരവശിയായി എന്ന് നാം മനസ്സിലാക്കുന്നു. ഈ തരത്തിലുള്ള സംഭവങ്ങൾ ചരിത്രത്തിൽ ഇതിനു മുൻപും സംഭവിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മൾ കാണുന്നുണ്ട്, ന്യൂസിലൻഡിലെ രാജ്ഞി അവൾ തൻ്റെ പാവപ്പെട്ടവർക്ക് വേണ്ടി കൊടുക്കുന്നതിന് വേണ്ടി സ്വർണങ്ങൾ കൊട്ടാരത്തിൽ നിന്ന് എടുത്തുകൊണ്ട് പോകുമ്പോൾ രാജാവ് ആവശ്യപ്പെടുകയും അത് തുറന്നു കാണിക്കാൻ ആവശ്യപ്പെടുന്നതനുസരിച്ച്, ആജ്ഞയനുസരിച്ച് അവൾ തുറന്നു കാണിക്കുമ്പോൾ അത് പനിനീർ പൂക്കളായിട്ട് കാണപ്പെടുകയും ചെയ്യുന്നു എന്നുള്ള ചരിത്ര സംഭവങ്ങളെല്ലാം മറ്റ് വിശുദ്ധരുടെ ജീവിതത്തിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ തരത്തിലുള്ളൊരു സംഭവം ഇവളുടെ ജീവിതത്തിൽ ഇതിലൂടെ നടത്തപ്പെടുകയാണ്. അങ്ങനെ വളരെയേറെ ഭക്തിയോടെ, വളരെയേറെ തീഷ്ണതയോടുകൂടി ജീവിച്ച പെൺകുട്ടി. അവൾ ഈ ഭക്ഷണമില്ല, അതുപോലെ തന്നെ അവളുടെ ജീവിതത്തിൽ കിടന്നുറങ്ങാൻ നല്ല അവസ്ഥയില്ല. അവളുടെ കിടക്കയെക്കുറിച്ച് പറയുന്നത് പഴയ കോലുകളെല്ലാം നിരത്തി അതിൻ്റെ അകത്ത് കുറച്ച് ചപ്പും ചവറൊക്കെ ആയിട്ട് ബെഡ്ഷീറ്റ് നിരത്തി അതിനാണ് അവൾ ബെഡായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എന്നാണ്. ഇത്രയേറെ സഹനങ്ങളുണ്ടായിട്ടും ഇത്രയേറെ പ്രതിസന്ധികളുണ്ടായിട്ടും യാതൊരു മടിപ്പും കൂടാതെ, യാതൊരു പ്രശ്നവും കൂടാതെ ദൈവത്തോട് ചേർന്ന് നിൽക്കാനായിട്ട് അവൾക്ക് സാധിച്ചു. അങ്ങനെയിരിക്കെ 2 സന്യാസിമാർ ആ ടൗണിലൂടെ കടന്നു പോകാനിടയായി. രാത്രി വളരെ വൈകിയതിനാൽ അവർ ആ ഗ്രാമത്തിൽ അവിടെ തങ്ങി. രാത്രിയായി കഴിഞ്ഞപ്പോൾ അതിലൊരാൾ ചന്ദ്രനെ നോക്കിയിട്ട് പറഞ്ഞു, ഇതാ നോക്കൂ, എന്ന് ചന്ദ്രൻ വളരെ പ്രത്യേകതരമായിട്ട് ഇറങ്ങി വരുന്നത് പോലെ തോന്നുന്നു. അയാൾ മറ്റേ ആളെയും സന്യാസിയെയും വിളിച്ചു. അങ്ങനെ അവർ നോക്കിക്കഴിയുമ്പോൾ 2 പ്രകാശധാരകൾ ഈ കെട്ടിടത്തിലേക്ക് ഇറങ്ങി വരുന്നതായി അവർ കണ്ടു. ഭയത്തോടും ഭക്തിയോടും കൂടി അവർ അത് നോക്കി നിൽക്കുമ്പോൾ പിന്നീടത് ആ കെട്ടിടത്തിൻ്റെ അകത്തേക്ക് ഇറങ്ങിപ്പോവുകയും 3 പ്രകാശധാരകൾ തിരികെ കയറിപ്പോകുന്നതും കണ്ടു. അതിൽ 2 പ്രകാശധാരകൾക്ക് ചിറകുണ്ട്, മറ്റൊന്നിന് ഒരു പെൺകുട്ടിയുടെ രൂപമാണ്. ആ പെൺകുട്ടി തലയിൽ ഒരു കിരീടം ധരിച്ചിട്ടുണ്ട്. ആ അത്ഭുതകരമായിട്ടുള്ള കാഴ്ച അവരെ എന്തോ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് എന്നൊരു ചിന്തയിലേക്ക് നയിച്ചു. പിറ്റേ ദിവസം ഈ കുട്ടിയുടെ രണ്ടാനമ്മ അവൾക്ക് കൊടുക്കുവാനുള്ള, ജർമ്മേന് കൊടുത്തുവിടാനുള്ള റൊട്ടിയൊക്കെ ഉണ്ടാക്കി വെച്ച് സമയമായിട്ടും അവൾ എത്തുന്നില്ല. അത് കഴിഞ്ഞപ്പോൾ അവൾക്ക് ആദിയായി. അവൾ ഇനി തന്നോട് പറയാതെ പോയിട്ടുണ്ടാകുമോ? എന്തായാലും അവളെ വിളിക്കാനായിട്ട് ആ ഫാം ഹൗസിലേക്ക് ചെല്ലുന്നു. ഫാം ഹൗസിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ആടുകളൊക്കെ അക്ഷമരായിട്ട് കാത്തു നിൽക്കുന്ന, ബഹളമുണ്ടാക്കുന്ന കാഴ്ചയാണ് കണ്ടത്. മുറിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ചേതനയേറ്റ അവളുടെ ശരീരമാണ് അവിടെ കാണുന്നത്. എന്തോ ഇത്രയും നാൾ അവളോട് ക്രൂരമായിട്ട് പ്രവർത്തിച്ച അവളുടെ ജീവിതത്തിൽ പെട്ടെന്നൊരു മാറ്റമാണ് ഈ ചരിത്ര പുസ്തകങ്ങളൊക്കെ സാക്ഷ്യപ്പെടുന്നത്. വല്ലാതെ വേദനിക്കുന്നുണ്ട് ആ സ്ത്രീ. ഇതുവരെയും അവളോട് വളരെയേറെ സ്നേഹം കാണിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. ഇതുവരെയും അവൾക്ക് അർഹിക്കുന്നൊരു പരിഗണന ചിലപ്പോൾ ഈ രോഗത്തെയൊക്കെ പേടിച്ചിട്ടായിരിക്കും, തൻ്റെ കുട്ടികൾക്ക് വരുമോ എന്നുള്ള പേടിയായിരിക്കും, എന്നുള്ള ചിന്തയ്ക്കായിരിക്കും. ഇപ്പോൾ മരിച്ചു കിടക്കുമ്പോൾ അവളുടെ ഹൃദയം വളരെയേറെ ആർദ്രമതയോടെ ഇവൾക്ക് ഇതുവരെയും ഒന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന ചിന്തയാൽ അവളുടെ ഹൃദയം മുറുങ്ങി എന്നാണ് നാം കാണുന്നത്. അവൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ 2 സന്യാസിമാർ നേരെ എതിരെ വരുന്നത് കണ്ടു. കലങ്ങിയ കണ്ണുമായി അവൾ അവരോട് ചോദിച്ചു, നിങ്ങൾ പ്രഭാത ഭക്ഷണം വല്ലതും കഴിച്ചോ? ഇല്ല എന്ന അവരുടെ മറുപടി കേട്ട് കഴിഞ്ഞപ്പോൾ അവരെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അവരെ വീട്ടിലേക്ക് കൊണ്ടുപോയി ഭക്ഷണം വിളമ്പി. ഭക്ഷണം കഴിക്കുന്നതിനിടയ്ക്ക് അവർ ചോദിച്ചു, ഇന്നലെ ഇവിടെ ആരെങ്കിലും മരിച്ചോ? അവൾ കണ്ടമിടറിക്കൊണ്ട് ചോദിച്ചു, എന്താണ് അങ്ങനെ ചോദിക്കാൻ കാരണം? അവർ പറഞ്ഞു, ഇന്നലെ 2 പ്രകാശധരണികൾ കടന്നു വരികയും 3 പ്രകാശധരണികളായി അത് സ്വർഗത്തിലേക്ക് കയറപ്പെടുന്നത് ഞങ്ങൾ കണ്ടു. അതായത് ഏതോ വിശുദ്ധ ജീവിതം നയിച്ചിരുന്ന ആരോ ഈ ഗ്രാമത്തിലുണ്ട്, അയാൾ മരിച്ചു പോയിട്ടുണ്ട് എന്ന് അവർ സാക്ഷ്യപ്പെടുത്തി. പിന്നീട് അവൾക്ക് പിടിച്ചു നിൽക്കാനായില്ല. അവൾ കണ്ടമിടറിക്കൊണ്ട് പറഞ്ഞു, അത് എൻ്റെ കുട്ടിയാണ്. അവൾക്ക് ചെയ്തു കൊടുക്കാൻ, ഇതുവരെയും ജീവിതത്തിൽ അവൾക്ക് ഒന്നും ചെയ്തു കൊടുക്കാൻ എനിക്ക് സാധിച്ചില്ല. അതുകൊണ്ടാണ് ഞാൻ അവളുടെ ശവശരീരം കണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങളെ കണ്ടത്. അവൾക്ക് വേണ്ടി ഒരു നന്മ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ ഈ ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് എന്ന് പറയുകയും
പിന്നീട് ഒരു പശ്ചാത്താപത്തിൻ്റെ ജീവിതം നയിക്കുകയും ചെയ്തു. അവൾ ഒരു ഓർമ്മയായി. അവൾ കുസിൻ കുടുംബത്തിൻ്റെ കല്ലറയിൽ സംസ്കരിക്കപ്പെട്ടു. അവളെ പിന്നീട് ആരും ഓർമ്മിക്കാതെയായി. 44 വർഷങ്ങൾക്ക് ശേഷം അവളുടെ ഈ കുസിൻ കുടുംബത്തിൽ നിന്നൊരാൾ മരിച്ചുപോയി. ഇതിനെ സംസ്കരിക്കുന്നതിന് വേണ്ടി കല്ലറ തുറന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു സ്ത്രീയുടെ, ഒരു പെൺകുട്ടിയുടെ ശരീരം ഒട്ടും അഴുകാതെ, ഈ കല്ലറ തുറക്കുന്നതിന് ഉപയോഗിച്ച ആയുധങ്ങൾ ആ ശവശരീരത്തിൻ്റെ മൂക്കിൽ കൊണ്ട് പതിച്ചതിനാൽ അവിടെ നിന്ന് രക്തമൊഴുകുന്ന ആ മൂക്കിൽ നിന്ന് രക്തമൊഴുകുന്ന ഒരു ശവശരീരം. കണ്ട് അവർ ഞെട്ടിപ്പോയി. പെട്ടെന്ന് തന്നെ മണിയടിച്ച് ആളുകൾ കൂടി അത് പിന്നീട് ഈ പെൺകുട്ടിയുടെ ശരീരമാണ് എന്ന് തിരിച്ചറിയുന്നതിന് വിഷമമുണ്ടായിരുന്നില്ല. കാരണം ആദ്യകാലത്ത് സംഭവങ്ങൾ അറിയുന്നവരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഒത്തിരിയേറെ അത്ഭുതങ്ങൾ നടക്കാൻ തുടങ്ങി. ആളുകളുടെ നിർബന്ധമനുസരിച്ച് ഈ ശവശരീരം ആൾത്താരയിലേക്ക് മാറ്റി. ആൾത്താരയിൽ മരിയ ഡി വിക്ടർ എന്ന് പറയുന്ന ഒരു സ്ത്രീ, പണ്ടുകാലത്ത് ചില പ്രഭുക്കന്മാർക്കും അവരുടെ കുടുംബത്തിനൊക്കെ പ്രത്യേക സീറ്റുകളുണ്ടാകും. അങ്ങനെ പ്രത്യേക സീറ്റുണ്ടായിരുന്നൊരു സ്ത്രീയാണ്. അവൾക്കത് ഇഷ്ടപ്പെടാത്തതിനാൽ ആ ശരീരം അവിടെ നിന്ന് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ അവളുടെ നിർബന്ധത്തിനാൽ ആ ശരീരം ആൾത്താരയിൽ നിന്ന് മാറ്റി. പക്ഷേ അവളും അവളുടെ കുടുംബത്തിലുള്ളവരും രോഗിയായി മാറുകയും അതിൻ്റെ കാരണം അന്വേഷിച്ചപ്പോൾ ഇതാണ് കാരണമെന്ന് കണ്ടെത്തുകയും ചെയ്തു. പിന്നീട് ആ ശവശരീരം തിരികെ അവിടെ തന്നെ പ്രതിഷ്ഠിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കാണുന്ന കാലങ്ങൾക്ക് ശേഷം ഫ്രഞ്ച് വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ, ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഫലമായിട്ട് പലയിടങ്ങളും വിപ്ലവകാരികൾ കയ്യേറി. ഈ വിപ്ലവകാരികൾ കയ്യേറി ഈ ശവശരീരത്തെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണം. വിശ്വാസത്തെ തുടച്ചു നീക്കാൻ വേണ്ടി ഈ ശവശരീരം അവിടെ നിന്ന് എടുത്തുകൊണ്ടുപോയി സൈഡിൽ തന്നെ, അതിൻ്റെ അടുത്ത് തന്നെ ഒരു കുഴി കുഴിച്ച്, എന്നിട്ട് ഈ ശവശരീരം അതിലെ കുഴിയിലിട്ട് ഇത് പെട്ടെന്ന് പൊടിഞ്ഞില്ലാതെയാകുന്നതിന് വേണ്ടി കുറേ കുമ്മായം വിതറി, അതിനുശേഷം അതിൻ്റെ മുകളിൽ കുറേ വെള്ളമൊഴിച്ച് മണ്ണിട്ട് മൂടിക്കഴിഞ്ഞു. കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ ആ പ്രവർത്തനത്തിൽ ഏർപ്പെട്ട് എല്ലാവരും ഏതെങ്കിലും തരത്തിൽ അപകടങ്ങളിൽ പെടാൻ, ഒരാളുടെ കൈ തളർന്നു, ഒരാൾ മൊത്തത്തിൽ തളർന്നു പോയി, ഒരാൾക്ക് സംസാരിക്കാൻ പറ്റാതെ, അങ്ങനെ അവരെല്ലാം ഓരോരോ പ്രശ്നങ്ങളിൽ പെട്ട് കഴിഞ്ഞപ്പോൾ അവിടെ മാനസാന്തരം ഉണ്ടായി. പിന്നീട് വിപ്ലവം അടിച്ചമർത്തിയതിനു ശേഷം ആളുകൾ ഈ കുഴി തങ്ങളുടെ പ്രിയപ്പെട്ട വിശുദ്ധയുടെ, അപ്പോഴും വിശുദ്ധയെന്ന് പ്രഖ്യാപിച്ചിട്ടില്ല, ആ പെൺകുട്ടിയുടെ കുഴി തുറന്നപ്പോൾ അത്ഭുതകരമായിട്ട് ഇത്രയേറെ പൊടിഞ്ഞു പോകാനായിട്ട് കുമ്മായമിട്ടും വെള്ളമൊഴിച്ചിട്ടും പൊടിഞ്ഞു പോകാതെ യാതൊരു കേടുപാടും കൂടാതെ ഇരിക്കുന്ന ശവശരീരത്തെയാണ് കണ്ടത്. പിന്നീട് അവളുടെ പ്രശസ്തി നാടെങ്ങും അറിയപ്പെടാൻ തുടങ്ങി. അതിനുശേഷം അവൾക്ക് വേണ്ടി ഒരു ദേവാലയം പണിത്. ദേവാലയം ഈ ശവശരീരം കിട്ടുന്നതിന് മുൻപേ തന്നെ പണിതു. കാരണം അവളുടെ ശവശരീരം നഷ്ടപ്പെടുന്നതിൻ്റെ ദുഃഖത്തിൽ പിന്നീട് പണിത ദേവാലയം അവളുടെ പേരിൽ പണിയപ്പെട്ടിരുന്നു. അതിനുശേഷം പിന്നീട് പെട്ടെന്ന് കാര്യങ്ങൾ നീക്കുകയും 1800-കളിൽ ലയോ 13 മാർപ്പാപ്പ അവളെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുകയും ചെയ്തു. ഫ്രാൻസിൽ ഇത്രയേറെ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള ഒരു വിശുദ്ധ ഉണ്ടായിട്ടില്ല എന്നാണ് ചരിത്ര പുസ്തകങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നത്. അവളുടെ വിശുദ്ധി ലോകമെമ്പാടും അറിയപ്പെടാൻ തുടങ്ങി. നമ്മുടെ കൊച്ചു കേരളത്തിലും 2 പള്ളികൾ ഈ വിശുദ്ധയുടെ പേരിലുണ്ട് എന്ന് നമുക്ക് ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. വളരെയേറെ സ്നേഹത്തിൽ, തന്നെ ഇത്രയേറെ ദ്രോഹിച്ചിട്ടും തന്നെ ഇത്രയേറെ വെറുത്തിട്ടും അവൾ അമ്മയ്ക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുമായിരുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവളോട് കുട്ടികളൊക്കെ ചോദിക്കുന്നുണ്ട്, നിനക്ക് ഇത്രയേറെ പ്രശ്നങ്ങൾ തരുന്ന, കാരണം അവൾക്കൊരു നല്ല ഉടുപ്പ് പോലും അമ്മ കൊടുക്കുമായിരുന്നില്ല. അവളുടെ ഉടുപ്പുകളെക്കുറിച്ച് പറയുന്നത്, അവളുടെ ഉടുപ്പിൽ പഴയ തുണികളെല്ലാം വെച്ച് കെട്ടി ഒരു പ്രത്യേക തരത്തിൽ കീറിപ്പറഞ്ഞ ഉടുപ്പുകളൊക്കെ ആയിരുന്നു. എന്നിട്ടും അവൾ പള്ളിയിൽ ചെല്ലുമ്പോൾ അമ്മയുടെ മാനസാന്തരത്തിന് വേണ്ടി, അമ്മയുടെ നന്മയ്ക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചിരുന്നു എന്നാണ്. ശത്രു സ്നേഹത്തെ വളരെയേറെ ദൈവസ്നേഹമാക്കി മാറ്റിയ. അതുകൊണ്ട് തന്നെയായിരിക്കണം ഈ അമ്മയ്ക്കും വളരെ പെട്ടെന്ന് തന്നെ, അവൾ മരിച്ചിട്ടാണെങ്കിൽ പോലും, ആ മാനസാന്തരത്തിൻ്റെ വഴിയിലൂടെ കടന്നു പോകാനായിട്ട് ഇടയായത്. പ്രിയപ്പെട്ടവരെ, ഈ വിശുദ്ധ പഠിപ്പിക്കുന്ന മനോഹരമായിട്ടുള്ള പാഠമുണ്ട്. ജീവിതത്തിൽ അടിയേറ്റ് വീഴുമ്പോൾ അത് തനിക്ക് മുൻപേ അടിയേറ്റ് വീണ് ക്രൂശിതൻ്റെ മണവാട്ടിയായി തീരുന്നതിനുള്ള യോഗ്യതയായി കണ്ട ആ പെൺകുട്ടി പഠിപ്പിക്കുന്ന പാഠമുണ്ട്. ജീവിതത്തിലെ സഹനങ്ങളും വിഷമങ്ങളും എല്ലാം ദൈവത്തിൻ്റെ തിരുസന്നിധിയിലേക്ക് കടന്നു പോകാനുള്ള, ദൈവത്തെ കാണാനുള്ള മാർഗമാണ് എന്ന് നമ്മെ പഠിപ്പിക്കുന്ന മാർഗം. മാത്രമല്ല, തൻ്റെ പ്രിയപ്പെട്ടവനെ വിശ്വസിക്കുന്നവന്, ദൈവത്തിൽ വിശ്വസിക്കുന്നവന് ഒരു
നാരകീയ ശത്രുക്കൾക്കും ഒരു വന്യജീവികൾക്കും അടിമപ്പെടുത്താനാകില്ല എന്ന ഉറച്ച വിശ്വാസം, ബോധ്യം, അതെല്ലാം തൻ്റെ ജീവിതത്തിലൂടെ പഠിപ്പിച്ച ഈ പെൺകുട്ടി നമുക്ക് വിശ്വാസം പകർന്നു നൽകുന്ന, ആധുനിക ലോകത്തിന് വിശ്വാസത്തിൻ്റെ ശക്തി കൂട്ടുന്ന ഒരു വലിയ വിശുദ്ധയാണ്. ഈ വിശുദ്ധയെ കൂടുതൽ അറിയാനും ഈ വിശുദ്ധയുടെ കാൽപ്പാടുകൾ പിൻചെല്ലാനും എല്ലാവർക്കും ആകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും വിശുദ്ധ ജർമ്മയൻ്റെ മാധ്യസ്ഥം വഴി അനുഗ്രഹിക്കട്ടെ.